ഹായ് ഫ്രണ്ട്സ്, പവിത്ര സീരിയലിൻ്റെ നെക്സ്റ്റ് വീക്കിലെ അടിപൊളി പ്രമോണ് വന്നിട്ടുള്ളത്. അതിൽ കാണിക്കുന്നത് വിക്രമിനെ ആൾക്കാരിട്ട് ഓടിക്കുന്നുണ്ട് കേട്ടോ. വേദ ഈ വിക്രം എവിടെയാണെന്ന് അറിയാത്ത ടെൻഷനിലാണ് നിൽക്കുന്നത്. ഇങ്ങനെ വരുണിന്റെ കൊലപാതകത്തിന് പിന്നിൽ വിക്രമാണെന്ന് വരുത്തി തീർത്ത ആ ശരിക്കുള്ള കൊലപാതകി ശ്രീകാന്ത് ആണെന്ന് വേദ കണ്ടെത്തുന്നുണ്ടെന്ന് തോന്നുന്നു. കാരണം ശ്രീകാന്ത് ഫോണിലൂടെ ആരോടോ സംസാരിക്കുന്നത് വേദ കേൾക്കുന്നുണ്ട്. പിന്നീട് കാണിക്കുന്നത് വാസവന്റെ ആൾക്കാരെ വിക്രമിന്റെ വീട്ടിൽ വരികയാണ്. എന്നിട്ട് മാഷിന്റെ കഴുത്തിനൊക്കെ ആ വാസവൻ പിടിക്കുന്നുണ്ട്. എതിർക്കാൻ ശ്രമിക്കുമ്പോൾ വിനായകനെ പിടിച്ച് തള്ളും. അതുപോലെ കമലയും പിടിച്ച് തള്ളുന്നുണ്ട്. കമലമ്മ പോയി താഴെ വീഴുന്നുണ്ട്. പിന്നെ ബോധം പോവാണ്. അപ്പം തന്നെ അവിടെ എല്ലാവരും കൂടെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകും കേട്ടോ. അങ്ങനെ ഹോസ്പിറ്റലിലാണ് അമ്മ അഡ്മിറ്റ് ആണെന്നൊക്കെ അറിയുമ്പോൾ അങ്ങോട്ട് വിക്രം വരുന്നുണ്ട്. ഒരു പുതപ്പൊക്കെ ഇട്ട് മുഖം മനസ്സിലാവാത്ത രീതിയിൽ. എന്നിട്ട് മാഷിന്റെ അടുത്തേക്ക് ചെല്ലുന്നൊക്കെ ഉണ്ട്. അധിക സമയം അവിടെ നിൽക്കണ്ടെന്ന് പറഞ്ഞ് മാഷ് എന്നെ അവിടെ നിന്ന് പറഞ്ഞയക്കും. എന്തൊക്കെ പറഞ്ഞാലും വിക്രം തന്റെ ജീവന്റെ പാതിയാണെന്ന് വേദ ഇങ്ങനെ മനസ്സിൽ പറഞ്ഞുകൊണ്ടേയിരിക്കണേ. പിന്നീട് കാണിക്കുന്നത് വിക്രം ഉള്ള സ്ഥലം എങ്ങനെയോ കണ്ടുപിടിച്ചിട്ട് അങ്ങോട്ട് പോലീസുകാർ വരുന്നുണ്ട് കേട്ടോ. അങ്ങനെ അവിടുന്ന് ഒരുവിധം ഓടി രക്ഷപ്പെടുകയാണ്. പിന്നീട് കാണിക്കുന്ന ഒരു ഭാഗത്തില് വാസവന്റെ മുന്നിലേക്കാണ് വിക്രം ചെന്നുപെടുന്നത്. അങ്ങനെ വിക്രമിന്റെ വണ്ടിയൊക്കെ ഇടിച്ച് തെറിപ്പിച്ചിട്ട് വാസവന്റെ കയ്യിലൊരു തോക്കുണ്ട്. ആ തോക്ക് വെച്ചിട്ട് വാസവൻ വിക്രമിനെ ഷൂട്ട് ചെയ്യും. ഇത് വേദയും ജോസഫും കാണും. എന്നാ അവർക്ക് ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല. വാസവന്റെ ആ വെടിയുണ്ട നേരെ വിക്രമിന്റെ നെഞ്ചത്ത് വന്ന് പതിക്കുന്നുണ്ട്. വിക്രം ആ ഒരു റബ്ബർ തോട്ടം മറ്റുമാണ് അവിടുന്ന് ഉരുണ്ട് താഴേക്ക് വീഴും. എന്നാൽ വാസവന് പിന്നെ വിക്രമിനെ കാണാൻ പറ്റുന്നില്ല. വാസവൻ പിന്നെ അവിടുന്ന് പോവാണ്. ഈ സമയം വേദയും ജോസഫും കൂടെ വിക്രമിനെ തെരഞ്ഞു നടക്കുമ്പോൾ വിക്രമിനെ കിട്ടും. വിക്രമിനെ മരിച്ചിട്ടൊന്നുമില്ല. അങ്ങനെ ജോസഫും വേദയും കൂടെ വിക്രമിനെ താങ്ങി പിടിച്ച് അവിടുന്ന് കൊണ്ടുപോവാണ്. വേദ ഇങ്ങനെ കരഞ്ഞുകൊണ്ടാണ് വിക്രമിനെ ചേർത്ത് പിടിച്ചിരിക്കുന്നത്. അങ്ങനെ ശേഷം ആരും അറിയാതെ വേദയുടെ റൂമിൽ എത്തിക്കുകയാണ് വിക്രമിനെ. എന്നാൽ മരുന്നൊക്കെ വേണമല്ലോ. ഹോസ്പിറ്റലിലാണെങ്കിൽ ഇപ്പം അഡ്മിറ്റും ചെയ്യാൻ പറ്റില്ല. കാരണം വിക്രമാണ് പ്രതിന്ന് വിശ്വസിച്ച് പോലീസുകാർ തരയാണല്ലോ. അങ്ങനെ വേദ തന്നെ പുറത്ത് പോയിട്ട് മെഡിസിനൊക്കെ വാങ്ങിച്ചുകൊണ്ട് വരുന്നുണ്ട്. കണ്ണും പൂട്ടിക്കൊണ്ടാണ് വേദ അതൊക്കെ റിമൂവ് ചെയ്ത് മാറ്റണത്. അങ്ങനെ വേദ വിക്രമിന്റെ അടുത്ത് ഇങ്ങനെ പൊട്ടിക്കരഞ്ഞിരിക്കുകയാണ്. വേദന കൊണ്ട് വിക്രം പെടയുന്ന ഭാഗങ്ങളും ഉണ്ട്. പിന്നീട് കുറച്ച് ദിവസം കഴിയുമ്പോൾ വിക്രം പതിയെ നോർമൽ ആവുന്നതും വേദയും വിക്രമും കൂടെ കളിച്ചിരിയൊക്കെ ഉള്ള ഭാഗമൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ കുറച്ച് സങ്കടത്തോടിലൂടെയാണെങ്കിലും അവർ പരസ്പരം ഒന്നായിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇനി ആ ഭാഗത്തിനൊക്കെ ആയിട്ട് വെയിറ്റ് ചെയ്യാം. റിവ്യൂ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ. താങ്ക്